നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ വന്ന ഒരു കമന്റ് ആയിരുന്നു, സെർവൈക്കൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാവുന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. അപ്പൊ എന്താണ് ഈ സെർവൈക്കൽ സ്റ്റിച്ച്? അപ്പൊ സെർവൈക്കൽ സ്റ്റിച്ച് എന്ന് നമ്മൾ പറഞ്ഞാലും ആ പ്രൊസീജിയറിന്റെ പേര് എന്നുള്ളതാണ്. ആക്ച്വലി മെഡിക്കൽ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സെർവിക്സ് അത് അറിഞ്ഞാലല്ലേ സെർവിക്കൽ എൻസർക്ലേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇതാണ് നമ്മുടെ യൂട്രസ് എന്ന് വിചാരിക്കുക. യൂട്രസിന്റെ ഈ താഴ്ഭാഗത്തെ, അതായത് ഗർഭപാത്രത്തിന്റെ താഴ്ഭാഗത്തുള്ള ഏരിയ ആണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത്. ഗർഭാശയകളം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ സെർവിക്സിനെയാണ് നമ്മൾ എന്തെങ്കിലും രീതിയിൽ കട്ടി കുറവ് അല്ലെങ്കിൽ ബലക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് പ്രഗ്നൻസി അലസി പോവാതായിട്ട് പ്രിവെന്റ് ചെയ്യുന്നത്. കാരണം നോർമൽ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസിനകത്ത് കുഞ്ഞ് കിടക്കുന്ന സമയത്ത് സെർവിക്സ് ഒരു 4 സെന്റിമീറ്റർ എങ്കിലും, 3 മുതൽ 4 സെന്റിമീറ്റർ എങ്കിലും മിനിമം നീളം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് അടഞ്ഞുമായിരിക്കും ഇരിക്കുന്നത്. ഇതിപ്പോ ഒരു കട്ട് സെക്ഷൻ ആണ്, അപ്പൊ ഇതൊരു കംപ്ലീറ്റ് സർക്കിൾ ആയിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കവേർഡ് ആയിരിക്കും. ബേബി പുറത്തേക്ക് പോവാത്ത രീതിയിൽ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്ന ഒരു പാർട്ടാണ് ഈ സെർവിക്സ് എന്ന് പറയുന്നത്. പക്ഷെ ചിലർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് അഥവാ സെർവിക്സിന്റെ കട്ടിയില്ലായ്മ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരും. അത് പല കാരണങ്ങൾ കൊണ്ടുവരാം. ചിലപ്പോ കൺജനൈറ്റലായിട്ട് ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും സെർവിക്സിന് കട്ടി കുറവ് അങ്ങനെ വരാം. അല്ലാന്നുണ്ടെങ്കിൽ യൂട്രസിന് എന്തെങ്കിലും അനോമലീസ് ഡിഫക്ട്സ് ഉള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് സെർവിക്സിന് കട്ടി കുറവ് വരാം. പിന്നെ മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് സെർവിക്സിൽ ചെയ്യുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അബോർഷൻസ് അല്ലെങ്കിൽ DNC അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സെർവിക്സിന് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് അതുപോലുള്ള സർജറീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ടി കുറവ് വന്ന് അലസി പോവാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? യൂഷ്വലി സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്നത് ഒരു വേദനരഹിതമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നോർമൽ ലേബർ പെയിൻ വരുമ്പോൾ സെർവിക്സ് ഇതുപോലെ തന്നെ നീളം ഞാൻ പറഞ്ഞ പോലെ 4 സെന്റിമീറ്ററിൽ നിന്ന് കുറയും. അതുപോലെ തന്നെ ഇത് ഡയലേറ്റ് ചെയ്യുകയും ചെയ്യും. അത് നോർമൽ ഡെലിവറിയുടെ ഒരു പാർട്ടാണ്. അത് മാസം തികഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ചിലർക്ക് എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ആഴ്ച മുതൽ 24 ആഴ്ച 16 to 24 വീക്സിന് ഇടയ്ക്ക് ഇത് പെയിൻ ഒന്നും ഇല്ലാതെ, വേദനയൊന്നും കാണാതെ തന്നെ സെർവിക്സ് അങ്ങ് ഡയലേറ്റ് ചെയ്ത് പോകും. ഇതിന്റെ നീളം അങ്ങ് കുറഞ്ഞു പോകും. അപ്പൊ എന്ത് പറ്റും? അകത്ത് കിടക്കുന്ന കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് എക്സ്പെൽ ചെയ്യപ്പെടും. അപ്പൊ യൂഷ്വലി പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് വെള്ളം പൊട്ടിപ്പോവും. ചിലപ്പോൾ കുഞ്ഞ് തന്നെ പുറത്തു വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം പൊട്ടിപ്പോയിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ച് ബേബി ചിലപ്പം എക്സ്പെൽ ചെയ്ത് പോവാം ഈ സ്റ്റേജിൽ. അപ്പൊ ഈ 16 ആഴ്ച 24 ആഴ്ചയൊക്കെ ആവുമ്പോഴത്തേനും ആ കുഞ്ഞിന്റെ സർവൈവല് ബുദ്ധിമുട്ടായിരിക്കും. ഒരു 90% ചാൻസ് കുറവാണ്. പിന്നെ വെയിറ്റിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അത് നമ്മൾ തടയേണ്ടത് അത്യാവശ്യമാണ്. കാരണം മാസം തികഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അത് തടയേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്? സെർവിക്സിൽ സ്റ്റിച്ച് ഇട്ട് വെക്കുന്നത്. അപ്പം ആ പ്രൊസീജിയറിനാണ് നമ്മൾ സെർവൈക്കൽ എൻസർക്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അബോർഷൻസ് ഒഴിവാക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് ഈ സ്റ്റിച്ച് ഇടുക എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് 2 രീതിയിൽ നമ്മൾ നോക്കിയിട്ടാ ചെയ്യുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് പ്രഗ്നൻസിയിൽ ഇതുപോലെ ഗർഭം അലസിപ്പോയി 16 ആഴ്ച അല്ലെങ്കിൽ 20 ആഴ്ചയൊക്കെ ആവുമ്പോൾ തന്നെ വെള്ളം പൊട്ടി കുഞ്ഞ് അലസിപ്പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രഗ്നൻസി ആവുമ്പോൾ അവർക്ക് സ്റ്റിച്ച് ഇടണം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ഇടാറുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യും. നമ്മൾ യൂഷ്വലി ഒരു 3 മാസമൊക്കെ 12 ആഴ്ചയൊക്കെ ആവുമ്പോൾ ഒരു നോർമലി ഒരു സ്കാൻ ചെയ്യുമല്ലോ. അപ്പൊ ആ സ്കാനിൽ ചിലപ്പോൾ ഈ സെർവിക്സിന്റെ നീളം ഈ പറഞ്ഞ പോലെ 3 സെന്റിമീറ്റർ പോലും ഇല്ല എന്നാണ് റിപ്പോർട്ട് വരുന്നതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കേണ്ട സംഭവം കുറച്ച് ഓപ്പൺ ചെയ്തു, ഒരു 2 സെന്റിമീറ്ററിൽ കൂടുതൽ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ചേഞ്ചസ് സ്കാനിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഫണലിംഗ് എന്ന് പറയും. കാരണം ഇത് ലെങ്ത് കുറഞ്ഞ് തുറന്നു വരുന്നതിന്റെ ഒരു സൈൻ ആണ് ഈ ഫണലിംഗ് എന്ന് പറയുന്നത്. ഒരു ഫണൽ ഷേപ്പിലാവും നമ്മൾ സ്കാനിൽ നോക്കുമ്പോഴത്തേക്ക്. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഗർഭം അലസി പോകാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മളത് അലസിപ്പോയി ഉറപ്പാക്കാനായിട്ട് വെയിറ്റ് ചെയ്യില്ല. അൾട്രാസൗണ്ടിൽ സ്കാനിൽ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റിച്ച് ഇടാറുണ്ട്. പിന്നെ കോമൺ ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യമാണ് PCOD
അതായത് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ളവർക്ക് ഇതുപോലെ സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ് വരാൻ ഒരു ടെൻഡൻസി കൂടുതലുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ വാച്ച്ഫുൾ ആയിട്ട് നോക്കുകയും അതുപോലെ ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ സ്കാൻ ചെയ്ത് സെർവിക്സിന്റെ ലെങ്ത് നമ്മൾ നോക്കുകയും ചിലപ്പോൾ അവർക്ക് പ്രൊഫൈലാക്റ്റിക് ആയിട്ട് അതായത് ഇത് വന്നു പോവാതിരിക്കാനായിട്ട് സ്റ്റിച്ച് ഇടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ യൂഷ്വൽ ടൈം നമ്മൾ സ്റ്റിച്ച് ഇടുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 12 ആഴ്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ NT എന്ന് പറയുന്ന സ്കാൻ ചെയ്യുമല്ലോ. NT സ്കാൻ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ക്രോമസോമൽ അനോമലി ഒന്നും ഇല്ല, ഓക്കെ ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. അതേസമയം തന്നെ നമ്മൾ ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റും കൂടി ചെയ്യും. അതും ഈ ക്രോമസോമൽ അനോമലീസിന്റെ ഒക്കെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ റിസൾട്ടും കൂടി ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂഷ്വലി നമ്മൾ താഴെ സ്റ്റിച്ച് ഇടാറുള്ളത്. അത് പ്രീവിയസ് അബോർഷൻസ് എന്തെങ്കിലും ഉള്ളവർക്കോ അല്ലെങ്കിൽ ഇതുപോലെ അലസിപ്പോവാനുള്ള ടെൻഡൻസി ഉള്ളവർക്കോ ഒക്കെ ആ ഒരു നോർമൽ ടൈമിലാണ് നമ്മൾ റുട്ടീൻലി ഇടാറുള്ളത്. പിന്നെ ചിലർക്ക് എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ താഴെ എന്തോ തള്ളി വരുന്നു, അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്തിട്ട് സെർവിക്സ് നോക്കുമ്പോൾ ചിലപ്പോൾ ലെങ്ത് കുറവാണ് അല്ലെങ്കിൽ ഡയലേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ സ്റ്റിച്ച് ഇടും. ചിലർക്ക് ആ സമയത്തൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ 20 ആഴ്ചയിലെ അനോമലി സ്കാനിങ്, കുഞ്ഞിന് വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സ്കാനിങ് ചെയ്യുമ്പോഴായിരിക്കും സെർവിക്സിന്റെ ലെങ്ത് കുറവ്, ഷോർട്ടാണ് എന്നുള്ള ചേഞ്ചസ് കാണുന്നത്. ചിലപ്പോൾ 2.5 സെന്റിമീറ്ററേ ഉള്ളൂ അല്ലെങ്കിൽ 2 സെന്റിമീറ്ററേ ഉള്ളൂ. അങ്ങനെ ഒരു സ്കാൻ വന്നാലും നമ്മൾ ആ സമയത്ത് സ്റ്റിച്ച് ഇടും. അതായത് 20 ആഴ്ചയിലും സ്റ്റിച്ച് ഇടാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പ്രൊസീജിയർ പ്ലാൻ ചെയ്തത്. അത് സ്കാൻ ഡിപ്പെൻഡ് ചെയ്തും ഇരിക്കും, അതുപോലെ പ്രീവിയസ്ലി ഇതുപോലത്തെ അബോർഷൻസ് എങ്ങാനും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ യൂഷ്വലി ചെയ്യാറ്. ഇനി ഇത് തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഇലക്റ്റീവായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. അതായത് പ്രീവിയസ്ലി ഇതുപോലെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്കാൻ ചെയ്തപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്, അപ്പം ഇന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ആന്റിബയോട്ടിക് കവറേജ് ഒക്കെ കൊടുത്തിട്ട് ചിലപ്പം ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെയോ നമ്മൾ ഇലക്റ്റീവായിട്ട് ചെയ്യും. അതിനെയാണ് ഇലക്റ്റീവ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ചിലർക്ക് ഇതുപോലെ എമർജൻസി ആയിട്ടും ചെയ്യും. എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 12-14 ആഴ്ചയിൽ നമ്മൾ സ്കാൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, ആദ്യത്തെ പ്രഗ്നൻസി ആണെന്ന് വിചാരിക്കുക, പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും ഇല്ല. പക്ഷെ പിന്നെ എന്തെങ്കിലും ഒരു കാരണം, എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് പോലെയോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ നീളം കുറവാന്ന് വിചാരിക്കുക, 3 സെന്റിമീറ്റർ ഇല്ല, ചിലപ്പോൾ 2 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അലസിപ്പോവാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എമർജൻസി ആയിട്ട് എൻസർക്കുലേറ്റ് ഇടാം, എമർജൻസി ആയിട്ടുള്ള പ്രൊസീജിയർ ആയിട്ടും ചെയ്യാം. പിന്നെ ഇത് ഏതൊക്കെ രീതിയിൽ ചെയ്യാന്ന് പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ യൂഷ്വലി നമ്മൾ കോമൺലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വജൈനൽ റൂട്ട് വഴി, ഇപ്പൊ വജൈനൽ ആയിട്ട് അണ്ടർ അനസ്തീഷ്യ നമ്മൾ സ്റ്റിച്ച് ഇട്ട് വെക്കാണ് യൂഷ്വലി ചെയ്യുന്നത്. അതായത് ഇത് തുറന്നു പോവാതിരിക്കാൻ ഇത് ഫുൾ കവർ ചെയ്ത് ഒരു പേഴ്സ്ട്രിങ് സ്റ്റിച്ച് എന്ന് നമ്മൾ പറയും, ആ രീതിയിൽ നമ്മൾ ഇട്ട് വെക്കും. ചിലർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റിച്ച് ഇട്ടാലും അത് കഴിഞ്ഞും അബോർഷൻ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പിന്നെ നമ്മൾ താഴെക്കൂടെ സ്റ്റിച്ച് ഇട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പിക്കലി, അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി മേളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ഇടാറുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു അലസിപ്പോകുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാമോ, അതായത് പ്രൊസീജിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റയറായിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ വെള്ളം പൊട്ടിപ്പോവാനും പ്രസവവേദന വന്ന് പ്രസവിച്ചു പോവാനും അണുബാധ വരാനും ഒക്കെ ഒരു റയർ ചാൻസ് തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ പ്രൊസീജിയറിനും പോലെ തന്നെ ഇതിനും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഓൾറെഡി നമുക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും സൈൻ ഉണ്ട് അല്ലെങ്കിൽ വെള്ളം പൊട്ടി പോയി കഴിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ പൊതുവേ നമ്മൾ സ്റ്റിച്ച് ഇടാറുമില്ല. കാരണം ഓൾറെഡി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റിച്ച് ഇട്ട് വെച്ചാലും കാര്യമില്ല. വെള്ളം പൊട്ടി പോയിട്ടുണ്ടെങ്കിലും നമ്മൾ സ്റ്റിച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ യൂസ് ഇല്ല. വെള്ളം പൊട്ടി പോവാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുള്ളത്. പിന്നെ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് പൊതുവേ സെർവിക്സിന് കട്ടി കുറവുള്ള ആളാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ഇട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാസം തികയുന്നതിന് മുന്നേ പെയിൻ വരാൻ എപ്പോഴും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് തടയാനായിട്ടുള്ള എക്സ്ട്രാ ഹോർമോൺസ് ചിലപ്പം എടുക്കേണ്ടി വരാം. അത് പല രീതിയിലുണ്ട്. ഉള്ളിൽ വെക്കാനുള്ള ജെല്ലായിട്ടുണ്ട്, ക്യാപ്സ്യൂൾ ആയിട്ടുണ്ട്, കഴിക്കാനുള്ള ടാബ്ലറ്റ് ആയിട്ടുണ്ട്, ഇഞ്ചെക്ഷൻസ് ആയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമ്മൾ ഹോർമോൺ സപ്പോർട്ട് സാധാരണ കൊടുക്കാറുണ്ട്. പിന്നെ പ്രൊസീജിയർ കഴിഞ്ഞാലുള്ള ഒരു കുറച്ച് പീരീഡിൽ ഒരാഴ്ചത്തേക്കോ വല്ലതും ആന്റിബയോട്ടിക് നമ്മൾ കവറേജ് കൊടുക്കാറുണ്ട്, വേറെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ പൊതുവേ അഡ്വൈസ് ചെയ്യുന്നത് ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ജോലികൾ, ഒത്തിരി സമയം സ്ട്രെയിൻ ചെയ്യുന്ന ജോലികൾ, അതുപോലെ വെയിറ്റ് എടുക്കുന്ന ജോലികൾ,
അതുപോലെ സെക്ഷൽ കോണ്ടാക്ട് അതൊക്കെ കഴിയുന്നതും ഒഴിവാക്കാനായിട്ട് പറയും. കാരണം ഇവര് എപ്പോഴും ഒരു മാസം തികയുന്നതിന് മുന്നിലുള്ള പ്രസവത്തിന് ഒരു പ്രോൺ ആയിട്ടുള്ള ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നു പോവാതിരിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറയും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെയും ശ്രദ്ധിക്കാൻ പറയും. കാരണം ഇൻഫെക്ഷൻസ് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ടും വരാം, അൺറിലേറ്റഡ് ടു പ്രൊസീജിയർ, അങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന പോലെ സ്റ്റിച്ച് ഇട്ടാലും ചിലപ്പോൾ അലസിപ്പോവാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇൻഫെക്ഷൻസ് ഒക്കെ എത്രയും നേരത്തെ, ഡിസ്ചാർജ് ഒക്കെ കൂടുതൽ പോകുന്നത് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക. അതുപോലെ എന്തെങ്കിലും യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ അതിനും എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക. അതൊക്കെ ഒരുവിധം തടയുകയാണെങ്കിൽ നമുക്ക് മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവവേദന ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ പലരും ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് ഇപ്പോ എപ്പോഴായിരിക്കും ഇത് റിമൂവ് ചെയ്യുന്നത്? 2 കണ്ടീഷൻസിൽ നമ്മൾ സ്റ്റിച്ച് റിമൂവ് ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ സ്റ്റിച്ച് ഇട്ടു പക്ഷെ പ്രസവവേദന വരികയാണ്. ചിലപ്പോൾ നമ്മൾ 24 ആഴ്ചയിലായിരിക്കും സ്റ്റിച്ച് ഇടുന്നത്, ഒരു 32 ആഴ്ച അല്ലെങ്കിൽ 34 ആഴ്ചയൊക്കെ ആവുമ്പം പ്രസവവേദന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് റിമൂവ് ചെയ്ത് കൊടുക്കും. കാരണം ഇല്ലെങ്കിൽ പ്രസവവേദന വന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഈ സെർവിക്സ് തന്നെ മുറിഞ്ഞു പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പം പ്രസവവേദന എപ്പോൾ വന്നാലും നമ്മൾ ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്യും. അതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി എല്ലാവർക്കും ചെയ്യുന്ന പോലെ മാസം തികഞ്ഞു കഴിഞ്ഞ്, അതായത് 37 ആഴ്ച കഴിയുമ്പോഴത്തേനും നമ്മൾ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് കൊടുക്കും, നമ്മൾ ഡെലിവറി പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച്. കാരണം എല്ലാവർക്കും ചിലപ്പം ഡേറ്റ് വരെ ഒന്നും പോകാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ 37 ആഴ്ചയിൽ തന്നെ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കേണ്ട എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി പ്ലാൻ ചെയ്യുന്നതിനോടനുബന്ധിച്ചായിരിക്കും സ്റ്റിച്ച് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ഇട്ടതുകൊണ്ട് എല്ലാവരും സിസേറിയൻ ആവണമെന്നും നിർബന്ധമില്ല. സ്റ്റിച്ച് ഇടുന്നവര് പ്രസവിക്കാനും സാധ്യതയുണ്ട്, സിസേറിയൻ ആവാനും ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ഇട്ടത് കൊണ്ട് ഡെലിവറി ആയിരിക്കും അല്ലെങ്കിൽ സിസേറിയൻ ആയിരിക്കും എന്ന് ഡയറക്റ്റ്ലി പറയാൻ പറ്റത്തില്ല. ഇതും ഡെലിവറിയുടെ മോഡുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ സെർവിക്സിൽ സ്റ്റിച്ച് ഇടുന്നതിനെ പറ്റി ജനറലി ആൾക്കാർ ചോദിക്കാറുള്ള സംശയങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ചോദിച്ച ആൾക്കും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലോ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യാം. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.